ഉത്തര നക്ഷത്രം തെളിയും. കത്തിജ്വലിക്കുന്ന ഈ ഉത്തര നക്ഷത്രം ക്ഷേത്രത്തിൻ്റെ നേർക്കിഴക്ക് വശത്താണ് കാണുവാൻ സാധിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലം മേട്ടിൽ തെളിയുന്നതാണ് ആ മകരവിളക്ക്. ആ മകരവിളക്കിന് വേണ്ടി എല്ലാ കണ്ണുകളും ആ പൊന്നമ്പലം മേടിൽ നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കുക മാത്രമല്ല, ഇതെവിടെയാണ് കാണുന്നത്, ഏതു മലയുടെ ഇടയിലാണ് കാണുന്നത്, നമുക്ക് കാണുവാൻ സാധിക്കുമോ, എത്ര പ്രാവശ്യം ഈ വിളക്ക് വരും, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യപ്പന്മാർ പരസ്പരം ചോദിച്ചറിയുകയാണ്. എന്തായിരുന്നാലും 3 പ്രാവശ്യം പൊന്നമ്പലം മേടിൽ മകരവിളക്ക് തെളിയും. അത് നിങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ എത്തിക്കും. അത് കാണുവാൻ വേണ്ടി അമൃത TV പ്രേക്ഷകർ കാത്തിരിക്കുക. അതുപോലെ ഇവിടെയുള്ള ഭക്തജനങ്ങളും കാത്തിരിക്കുകയാണ്. എവിടെ കാണും, എങ്ങനെ കാണും, ഒന്ന് തൊഴാൻ വേണ്ടിയാണല്ലോ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നത് എന്നുള്ള ചിന്തയും, അതുപോലെ തന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരണമന്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് പല രാഗത്തിലും പല താളത്തിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4:40 ഇനി ഒരു 2 മണിക്കൂറോട് കഴിയുമ്പോൾ നാം ആഗ്രഹിച്ചു വന്ന ആ ഭഗവാന്റെ ആ സാന്നിധ്യം ഇവിടെ നമുക്കുണ്ടാകും. അതുപോലെ ആ മകരവിളക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ കാണുന്ന ദൃശ്യം ക്ഷേത്രത്തിൻ്റെ ആ സന്നിധാനത്ത് ഭക്തജനങ്ങൾ നിൽക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും അവിടെ നിൽക്കുവാൻ കഴിയില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അവിടെ നിൽക്കുവാൻ സാധിക്കുന്നത്. അതിനു മുൻപ് പടികളെല്ലാം വൃത്തിയാക്കി പൂക്കൾ കൊണ്ട് നിറയ്ക്കുകയാണ്. ഈ 18 പടിയിൽ കൂടിയാണ് തിരുവാഭരണം കയറിപ്പോകുന്നത്. അതിന് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഇത് പറയുമ്പോൾ ആ 18 പടിക്ക് തീർച്ചയായും നമുക്കൊരു അർത്ഥം അറിയേണ്ടതുണ്ട്. എന്താണ് ഈ 18 പടി, 18ാം പടിയെ എന്നൊക്കെ നാം ശരണം വിളിക്കാറുണ്ട്. 18ാം പടിക്കൂടെ നാഥനെ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ 18 പടിക്ക്? അതിന് വലിയൊരു പെരുമയാണ്, നാം മനസ്സിലാക്കിയിരിക്കണം. 18 മലകളും 18 പടികളും കടന്ന് ഓരോ അയ്യപ്പനും സന്നിധാനത്ത് എത്തിച്ചേരുമ്പോൾ ആ 18 എന്ന സംഖ്യയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 18 മലകൾ, അതായത് ഗൗഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, തലപ്പാറമല, കാളകെട്ടിമല, പുതുശ്ശേരി കാനറമല, ശ്രീപാദം മല, ദേവർമല, കരിമല, ഇഞ്ചിപ്പാറമല, നിലയ്ക്കൽമല, നീലിമല, മയിലാട്ടം മല, മാതങ്കമല, പൊന്നമ്പലമല, ശബരിമല എന്നീ 18 മലകളാണുള്ളത്. ഇതിൽ പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതിയും മകരവിളക്കും ദൃശ്യമാകുന്നത്. 18 മലകൾ 18 മൂർത്തികളുടെ സാന്നിധ്യമാണെന്ന് വിശ്വസിച്ചു വരുന്നു. 18 എന്ന സംഖ്യയുടെ വിശേഷം പറയുകയാണെങ്കിൽ 18 പർവ്വങ്ങൾ, 18 വിദ്യകൾ, 18 ഉപചാരങ്ങൾ, 18 അടവുകൾ, 18 പുരാണങ്ങൾ, 18 അധ്യായങ്ങൾ, അങ്ങനെ 18 തത്വങ്ങളുടെ പ്രതീകമായ 18 പടികളിൽ കൂടിയാണ് അയ്യപ്പ ഭക്തന്മാർ കടന്നുപോയത്. ആദ്യത്തെ 5 പടികൾ ഇന്ദ്രിയ അനുഭവങ്ങളെയും, 6 മുതൽ 13 വരെയുള്ള പടികൾ 8 രാഗങ്ങളെയും, 14 മുതൽ 16 വരെയുള്ള പടികൾ 3 ഗുണങ്ങളെയും, 17ാമത്തെ പടി അവിദ്യയെയും, 18ാം പടി വിദ്യയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഓരോ പടിയും ചവിട്ടിക്കയറുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം 41 ദിവസത്തെ അല്ലെങ്കിൽ 60 ദിവസത്തെ വ്രതം മനസ്സിൽ സൂക്ഷിച്ച സങ്കടങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു നിമിഷമാണ്. മണിക്കൂറുകളോളം പമ്പയിലും കാട്ടിലുമൊക്കെ കാത്തു നിന്നതിന് ശേഷം ഈ 18 പടി കയറുമ്പോൾ ആ കാത്തിരുന്ന വിഷമങ്ങളെല്ലാം മറന്ന് സന്തോഷത്തിൽ ഭഗവാന്റെ 18 പടി കയറുവാൻ സാധിച്ചല്ലോ എന്ന സന്തോഷത്തിലാണ് ഓരോ അയ്യപ്പ ഭക്തന്മാരും എത്തുന്നത്. 18ാം പടി വാസനായ ശ്രീ അയ്യപ്പൻ 18 പുരാണങ്ങളുടെയും അധിപതിയായി വിലസുന്നു എന്നറിയാം. 14 ലോകത്തെയും ത്രിഗുണങ്ങളെയും ജീവഭാവത്തെയും പ്രതിനിധാനം ചെയ്യുന്നതും ഈ 18 പടികൾ തന്നെയാണ് എന്ന വിശ്വാസം. അങ്ങനെ അഷ്ടരാഗങ്ങളെയും പഞ്ചഭൂതങ്ങളെയും ത്രിഗുണങ്ങളെയും വിദ്യയും അവിദ്യയും ചേരുന്നതാണ് ഈ 18 പടികൾ. ആ വിശ്വാസമാണ് നമുക്കെല്ലാവരുടെ കയ്യിലുമുള്ളത്. ശബരിമലയിലെ പടിപൂജ വളരെ വിശേഷമാണ്. 2040 നാളെ മുതൽ പടിപൂജ ആരംഭിക്കും. 2040 വരെ ഈ പടിപൂജ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 1,40,000 രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. അങ്ങനെ സത്യമായ ആ പൊന്ന് 18ാം പടി തൊട്ടു വണങ്ങുവാനെത്തിയ എത്രയോ അയ്യപ്പന്മാർ ഓരോ വർഷം കഴിയുന്തോറും അയ്യപ്പന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. വളരെ വിശേഷമായി പറയുകയാണെങ്കിൽ ഒരു ശിലയിൽ കൊത്തിയെടുത്തതാണ് ഈ പടികൾ എന്നുള്ളതാണ്. അതുപോലെ 18 പടികൾക്കും 18 നാഥന്മാരുണ്ട്. അവർ നവഗ്രഹങ്ങളായ രവി, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്ന 9 പേരും ദേവീരൂപത്തിൽ നവശക്തികളായ വിമല, ഉത്കർഷണി, ജ്ഞാന, യോഗ, ക്രയ, പ്രഹ്യു, സത്യ, ഈശാന, അനുഗ്രഹ എന്ന 9 പേരുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ധർമ്മശാസ്ത്ര വിഗ്രഹത്തിന് പറയുകയാണെങ്കിൽ 18 ഇഞ്ച് ഉയരമാണുള്ളത്.
ഉത്സവകാലത്ത് ഒരു ദിവസം ശ്രീകോവിൽ അടച്ചിടുന്ന സമയം 18:45 നാഴികയാണ്. അതുപോലെ ഉദയാസ്തമന പൂജയ്ക്ക് 18 പൂജകൾ, 18 പൂങ്കാവനങ്ങൾ, 18 മൂർത്തികളുടെ സാന്നിധ്യം, 18 താവളങ്ങൾ, അങ്ങനെ വിശേഷങ്ങൾ പലതുണ്ട് ഈ 18 എന്ന് പറയുമ്പോൾ. ഇതെല്ലാം ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് നാം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ 18 പടിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത്. 18 പടി കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യം ക്ഷേത്രത്തിൻ്റെ സന്നിധാനത്തിനുമുള്ള 18 പടികൾ വളരെ ഭംഗിയായി കഴുകി വൃത്തിയാക്കി പൂക്കളാൽ അലങ്കരിക്കാൻ പോകുന്ന ആ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം ശരംകുത്തിയിൽ ശരം കുത്തുക. കന്നി അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് വരുമ്പോൾ ശരം കുത്തി കൊണ്ടുവരാറുണ്ട്. ആ ശരം കുത്തി ഇവിടെ എറിയണമെന്നുള്ളതാണ്, ഇവിടെ കുത്തി വയ്ക്കണം എന്നുള്ള ആ ദൃശ്യമാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പാലകരെയൊക്കെ തന്നെ അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ഈ സന്നിധാനം മുഴുവനും വളരെ ഭംഗിയായി തന്നെ അല്പസമയങ്ങളിൽ അലങ്കരിച്ച് നിർത്തും. ആ സൂര്യനും കൂടി അണയാൻ പോകുന്ന സമയത്ത് ആ സൂര്യൻ്റെ പ്രഭ ഇതിൽ തട്ടുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സ്വർണ്ണ കൂട്ടം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർണം പൊതിഞ്ഞ ഒരു സന്നിധാനം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. 18 പടി കയറി കഴിഞ്ഞാൽ നാം കാണുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. എല്ലാ ഭക്തനും മനസ്സിൽ കൊണ്ടു നടത്തേണ്ട ഒരു മുദ്രാവാക്യം. എന്താണത്? തത്വമസി. തത്വമസി ശബരിമല ക്ഷേത്രം ദർശനം നടത്തിയ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശ്രീകോവിലിന് മുന്നിൽ എഴുതിയിട്ടുള്ള ഈ മുദ്രാവാക്യം. എന്നാൽ എന്താണ് ആ വാക്കുകളുടെ ആന്തരികമായ അർത്ഥമെന്ന് അധികം ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഇപ്പോൾ കുറേ പേർ ചിന്തിച്ചു വരുന്നു, എന്താണ് തത്വമസി? അത് നീയാകുന്നു. ഈ സന്ദേശവാക്യം ശാന്തിയോപനിഷത്തിൽ നിന്നുള്ളതാണ്. തത്വമസി അതായത് അത് നീയാകുന്നു എന്നാണ് ഒറ്റ വാക്കിൽ അർത്ഥം പറയാൻ പറ്റുന്നത്. എങ്കിലും ഒന്നുകൂടി അനുസ്യൂതനം ചെയ്യുകയാണെങ്കിൽ തത് ത്വം അസി എന്നാണ് വേർതിരിക്കുന്നത്. തത് എന്നത് അത് എന്നർത്ഥം, ത്വം എന്നാൽ നീ, അസി എന്നാൽ ആകുന്നു എന്നർത്ഥം. അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ അതിനർത്ഥം അത് നീ ആകുന്നു. ഏത് മാനസിക അവസ്ഥയ്ക്കും പ്രശ്നപരിഹാരത്തിനും ഒറ്റ വാക്കിൽ ഉപദേശം രൂപം നൽകുന്ന ഒരു വാക്യമാണ് തത്വമസി, അത് നീയാകുന്നു.